ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് പൊതുവെ ശ്രദ്ധിക്കാനുള്ളത്. സ്റ്റാർട്ടിംഗ് റോഡ് കണ്ടുപിടിക്കുക, അതേപോലെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ സിംഗിൾ ഡിജിറ്റ്, അതായത് 1 ഡിജിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ 2 ഡിജിറ്റിലേക്ക് മാറ്റി എഴുതണം. അതായത് 2 into 3 6 ആയിരിക്കും, അതിന് 06, അല്ലെങ്കിൽ 3 into 3 9 ആണെങ്കിൽ 09 എന്ന രീതിയിൽ മാറ്റി ചെയ്യാൻ ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് വന്നിട്ടുള്ള ഓരോ എക്സാമ്പിൾ നോക്കാം. 1234 into 36 ആണ്. അപ്പോൾ നമുക്കിനി ഇതിനെ ഓരോന്നും ഓരോ ഡിജിറ്റായിട്ട് സങ്കല്പിക്കാം. 1 2 3 4 into 3 6. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് 1-നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 1-നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, ഈ 1-ന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാനായി 1-ഉം അതിനുശേഷം റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് എന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ 1 അടുക്ക നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് 1 2 3 4, ഫോർത്ത് പൊസിഷനാണ് ഇപ്പോൾ 1 നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ മാർക്ക് ചെയ്യുക. 4 ഡിജിറ്റ് ആണ് 1-ന്റെ കേസിൽ വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് 1 2, ഓപ്പോസിറ്റ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത് അതേപോലെ വെക്കുക. കാരണം ലെഫ്റ്റ് സൈഡിൽ ഓരോ ഡിജിറ്റും റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ടോ ആ ഡിജിറ്റായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ, ഇപ്പോൾ 1-നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1-ന്റെ പൊസിഷൻ നമുക്ക് കിട്ടി. ഇവിടെ 4, ഇവിടുത്തെ 2, അങ്ങനെ ടോട്ടൽ 6 ഡിജിറ്റ് ആണ്. അതായത് 6th റോഡിലായിരിക്കണം 1 ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, 1-ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ 1 2 3 4, ഇവിടെ 4 ഡിജിറ്റ് ഫോർത്ത് പൊസിഷനിലും ഇവിടെ 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് ടോട്ടൽ 6 ഡിജിറ്റ് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, 6th റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഇതിൽ 6th റോഡ് കണ്ടുപിടിക്കാൻ ഈ ഡോട്ട് മുതൽ ഈ ഡോട്ട് വരെ 4ഉം 4th റോഡായിരിക്കും. പിന്നെ 5 5th 6th, ഇതാണ് നമ്മുടെ 6th റോഡ്. ഇവിടെ നിന്നായിരിക്കും നമുക്കിനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഈ 1-നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റിലെ ഓരോ ഡിജിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into 3 3 ആണ്, അതേപോലെ 1 into 6 6, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആദ്യം 1 into 3 ചെയ്യാം. 1 into 3 3 ആണെന്നറിയാം, പക്ഷേ ഡയറക്റ്റ് 3 എഴുതാൻ പാടില്ല. ഞാൻ പറഞ്ഞു സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ 03 മാർക്ക് ചെയ്യണം. ഇവിടെ 0യും ഇവിടെ 3 മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ആ 1-നെ നമുക്ക് എന്ത് ചെയ്യാം, 6-നെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into 6 6 ആണ്. എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇവിടെ 6 ചെയ്യരുത്. 6 എന്നുള്ളത് 1 ഡിജിറ്റ് നമ്പറാണ്. അതിനൊപ്പം നമ്മൾ 0 6, അപ്പോൾ ഇവിടെ 0യും ഇവിടെയാണ് 6 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ 1-നെ ഓപ്പോസിറ്റിൽ ഇവിടെ 2 ഡിജിറ്റ്, ആ 2 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രോസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ 2-ന്റെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ 2-ന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. 2-ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ 2 അതിന് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് എന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 2 3, ഇവിടെ 3യും ഇവിടെ ഓൾറെഡി ഇല്ല 2, അപ്പോൾ 3 + 2 5th റോഡിൽ നിന്നായിരിക്കണം 2-നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 5th റോഡ് എന്ന് പറയുമ്പോൾ ഡോട്ട് മുതൽ മറ്റൊരു 4 ആണ്. ഇതാണ് നമ്മുടെ 5th റോഡ്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓർമ്മിക്കാൻ ആദ്യം ഈ 2-നെ 3-നെ കൊണ്ടും അതേപോലെ 2-നെ 6-നെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2-നെ റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റോ അത്രയും ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് മാത്രമായിട്ട് 2 ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 3 6 ആണ്. അപ്പോൾ 5th നമ്മൾ പറഞ്ഞു 2-ന്റെ പൊസിഷൻ ഇത് തേർഡ് ഇവിടെ 3യും 2ഉം ആണ്. ടോട്ടൽ 5th റോഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. 2 into 3 6, ഡയറക്റ്റ് 6 ചെയ്യാൻ പാടില്ല. കാരണം സിംഗിൾ ഡിജിറ്റ് ഇവിടെ 0യും ഇവിടെയാണ് 6 മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കിവിടെ 6 ഡയറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കറിയാം വിക്കറന്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം. ആഡ് 10 +4 ആണ്. +4 ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. +5 ആഡ് 1. നെക്സ്റ്റ് വരാം 2 into 6 12 ചെയ്യണം. നമ്മൾ ഓൾറെഡി 2 into 3 ചെയ്തതിന് ഇനി ഈ 2-നെ 6-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 12 കിട്ടും. 12 ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 12-ൻ്റെത് 1 ഇവിടെയും 2 ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പോൾ 12 ആയി. 1 ഇവിടെ കൊടുത്തു, 2 ഇവിടെ കൊടുത്തു, 12 ആയി. അപ്പോൾ 2-നെ നമ്മൾ റൈറ്റ് സൈഡിൽ 2 ഡിജിറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 2-നെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. നെക്സ്റ്റ് 3-നെ സെലക്ട് ചെയ്യാം. ഇനി ഈ 3-നെ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ ഓരോ ഡിജിറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 3-ന്റെ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് ഏത് റോഡിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയണം. അതിൻ്റെ റോഡ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു 3 അടക്കം എത്ര ഡിജിറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുക. 3 1 2 2 ആണുള്ളത്. അപ്പോൾ 2
2 + 2 4 ആണ്. അപ്പോൾ ഈ 3നെ ചെയ്യുന്നത് ഫോർത്ത് റോഡിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് റോഡ് നമുക്കറിയാം ഡോട്ട് മുതൽ മറ്റൊരു ഡോട്ട് വരെ ഇതാണ് ഫോർത്ത് റോഡ്. അപ്പോൾ ഫോർത്ത് റോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് 9 ചെയ്യാൻ പാടില്ല. 3 × 3 9 ആണ്. പക്ഷെ നമുക്കറിയാം 0 9 ഇവിടെ ആയിരിക്കണം 9 മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് 9 മാർക്ക് ചെയ്യാനില്ലാത്തത് കൊണ്ട് ആഡ് 10 +1. നെക്സ്റ്റ് 3 × 6 3 × 3 ചെയ്ത് ഇനി 3നെ 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 6 എത്രയാണ്? 18 ആണ്. 18 എന്ന് പറയുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 8 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അപ്പോൾ 3നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4നെ ചെയ്യണം. 4ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ 4ഉം 4ന്റെ റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് നോക്കാം. റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റ് ഇല്ല. അപ്പോൾ 4 1 ഡിജിറ്റും ഇവിടെ 1 ഡിജിറ്റ് ആണ് വരുന്നത്. 1 + 2 ഇവിടെ 2 ഡിജിറ്റ് അടക്കം 3. അതായത് തേർഡ് റോഡിൽ നിന്നായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തേർഡ് റോഡ് എന്ന് പറയുന്നത് 1 2 3 ഇതാണ് നമ്മൾ തേർഡ് റോഡ്. തേർഡ് റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4 × 3 എത്രയാണ്? 12 ആണ് അല്ലേ. 4നെ 3നെ കൊണ്ടും 4നെ അതേപോലെ 6നെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 4നെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 12 ആണ്. ഇവിടെ 1 12 ഇവിടെ 2 മാർക്ക് ചെയ്യണം. ഡയറക്റ്റ് 2 എടുക്കാനില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ആഡ് 10 +8 ഇവിടെയാണ് എൻ്റെ അവിടെ കൈവെക്കാം. അതിന് 4നെ 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 24. അപ്പോൾ ഇവിടെ നമുക്ക് 24 ഇവിടെ 2ഉം ഇവിടെ 4 മാർക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ ആൻസർ നോക്കാം. 4 4 4 2 4 4 4 4 2 4 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. താങ്ക് യു.